തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാര്യകാരണങ്ങൾ വിശകലനം ചെയ്തുള്ള തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് തയ്യാറാക്കാൻ CPMന്റെ നേതൃയോഗങ്ങൾക്ക് ഇന്ന് തുടക്കം. ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റും ഞായർ തിങ്കൾ ദിവസങ്ങളിലായി സംസ്ഥാന കമ്മിറ്റിയും നടക്കും. ഏരിയ തലം വരെ നടന്ന ചർച്ചകൾ ക്രോഡീകരിച്ചുള്ള റിപ്പോർട്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് തയ്യാറാക്കി സംസ്ഥാന കമ്മിറ്റിയിൽ സമർപ്പിക്കും. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഡാൻ, എങ്ങനെ തോറ്റു എന്നതാണ് ഏറ്റവും നിർണായകമായ ചോദ്യം. ഏകദേശം ഒരു മാസം കഴിയുന്നു തെരഞ്ഞെടുപ്പ് ഫലം വന്നിട്ട്. എങ്ങനെ തോറ്റു എന്നതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ ധാരണ, അതോടൊപ്പം തന്നെ ഈ പ്രതിപക്ഷ ഉപനേതാവ് പദവി അതിനെ സംബന്ധിച്ച് ഒരു ധാരണ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? പ്രത്യേകിച്ച് ബിനോയ് വിശ്വത്തിനെതിരെ CPIയിൽ തന്നെ അമർഷം നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്തായിരിക്കും നിലപാട് എന്നത് സംബന്ധിച്ച് എത്ര ദിവസം വരെ കാത്തിരിക്കണം ആ ഒരു നിലപാടിന് വേണ്ടി? തുടർഭരണം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ട CPMന് LDFന് നേരിടേണ്ടി വന്നത് സമീപകാലത്തെ ഏറ്റവും കനത്ത ഒരു പരാജയമാണ്. ആ പരാജയത്തിലേക്ക് നയിച്ച കാരണങ്ങൾ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ജില്ലാ തലങ്ങളിലും അല്ലെങ്കിൽ താഴെ തട്ടിൽ വരെ വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് സംസ്ഥാന കമ്മിറ്റിയും ചേരുന്നത്. ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് ആദ്യം ചേരുക. അതിനുശേഷമായിരിക്കും സംസ്ഥാന കമ്മിറ്റി അടുത്ത ദിവസങ്ങളിൽ ചേരുക. എന്തായാലും ഇടകീറിയുള്ള പരിശോധന ഓരോ മണ്ഡലങ്ങളിലും എന്താണ് സംഭവിച്ചത്, പാർട്ടി വോട്ട് ചോരുന്ന സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായത്, അങ്ങനെ ചോരുന്ന കാര്യം എന്തുകൊണ്ട് നേരത്തെ അറിയാൻ കഴിഞ്ഞില്ല, പാർട്ടി പ്രവർത്തകർ പാർട്ടിക്കെതിരായ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണ്, ഇതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ പരിശോധനകൾ തന്നെ ഉണ്ടാകും. അതിനുശേഷം അത് തിരുത്തൽ നടപടികളിലേക്ക് കടക്കുന്നതിനുള്ള ഒരു മാർഗമായി കൂടി മാറും എന്നാണ് പറയുന്നത്. അതോടൊപ്പം എടുത്തു പറയാനുള്ള കാര്യം, പ്രതിപക്ഷ സ്ഥാനത്തെ ചൊല്ലി CPIയുമായി തർക്കം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. കേന്ദ്ര നേതൃത്വത്തെ സമീപിക്കാനുള്ള നീക്കം CPI കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ അടിയന്തരമായി തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഉപനേതൃസ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ പരിഹരിച്ചുകൊണ്ട് ആ സ്ഥാനം ആർക്ക് എന്ന കാര്യത്തിൽ അന്തിമമായ ഒരു തീരുമാനം എത്രയും പെട്ടെന്ന് തന്നെ എടുക്കാനാണ് സാധ്യത. ഒരു അന്തിമ തീരുമാനം ഉടനെ ഉണ്ടാകുമെന്നാണ് കഴിയുന്നത്. പാർട്ടിക്കുള്ളിൽ തന്നെ വോട്ട് ചോരുന്നത് എന്തുകൊണ്ട് തിരിച്ചറിഞ്ഞില്ല എന്നത് സംബന്ധിച്ചുള്ള ധാരണ റിപ്പോർട്ട് തന്നെയായിരിക്കും സമർപ്പിക്കുക. എന്തായാലും പാർട്ടിക്കുള്ളിൽ തന്നെ വോട്ട് കൊടുത്തിട്ടുണ്ട്. ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ തോൽവിയാണ് ഇടതുപക്ഷത്തിന് ഏൽക്കേണ്ടി വന്നത്. അത് എങ്ങനെ സംഭവിച്ചു, എങ്ങനെ നടന്നു എന്നത് സംബന്ധിച്ചുള്ള വിശദമായ റിപ്പോർട്ടുമായിരിക്കും സമർപ്പിക്കുക. കൂടെ പ്രതിപക്ഷ ഉപനേതാവ് പദവിയുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട്, അത് ആരായിരിക്കും എന്നത് സംബന്ധിച്ച് CPICPMൽ തന്നെ തർക്കം വളരെ രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും നിലപാട്, ആരായും എന്നതിനെ സംബന്ധിച്ചും കൃത്യമായ ധാരണ ഉണ്ടാവുന്നുണ്ട്. ഡാൻ കുര്യനാണ് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.